ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅൻ വതഖബ്ബൽ മിന്നാ വർസുഖ്നൽ ഇഖ്ലാസ ഫീ കുല്ലി അഅമാലിനാ യാ റബ്ബൽ ആലമീൻ. സ്നേഹാദരണീയരായ ഖുർആൻ വിജ്ഞാന പരീക്ഷയിലെ പഠിതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂറത്തു സജ്ദയുടെ 6-ാമത്തെ ആയത്ത് വരെയാണ് തഫ്സീർ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് 7-ാമത്തെ ആയത്ത് മുതലാണ് തുടങ്ങാനുള്ളത്. ആദ്യം ഞാൻ ആ ആയത്തൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദൃശ്യവും ദൃശ്യവും എന്ന വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ അറിയുമെന്നും അല്ലാഹു അസീസാണ്, പ്രതാപശാലിയാണ്, റഹീമാണ്, കരുണാവാരിധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അഥവാ അള്ളാഹുവിൻ്റെ പ്രതാപം കാരുണ്യത്തെയോ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതാപത്തെയോ തടസ്സപ്പെടുത്തുന്നതല്ല. അള്ളാഹുവിനോട് അനുസരണയുള്ളവരോട് റഹ്മത്തുള്ളവനാണ് അള്ളാഹു. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരോട് അസീസാണ്, അജയ്യനാണ് അള്ളാഹു എന്നാണ് അതിൻ്റെ സന്ദേശം. ഇനി 7-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദി, യാതൊരുവൻ, അഹ്സന, അവൻ നന്നാക്കി, കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവേയും, ഖലഖഹു, അവൻ സൃഷ്ടിച്ചതായ, അഥവാ താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും നന്നാക്കി ഉണ്ടാക്കിയവൻ, അഥവാ ഈ ലോകത്തുള്ള മുഴുവൻ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അള്ളാഹു പറയുകയാണ്, അള്ളാഹു മുഴുവൻ സൃഷ്ടികളെയും അതിൻ്റെ തനതായ ശൈലിയിൽ, അതിൻ്റെ യഥാർത്ഥ, അതിന് ഏറ്റവും യോജിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല സ്വഭാവ പ്രകൃതിയോടുകൂടിയാണ് മുഴുവൻ സൃഷ്ടികളെയും മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഖലഖഹു എന്ന പദം, അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു എന്ന് പറഞ്ഞതിൽ ഖലഖഹു എന്നതിന് ഖൽഖഹു എന്നും ഒരു വായനയുള്ളതായി അമാനി മൗലവി റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. രണ്ടായാലും അർത്ഥമൊന്നും തന്നെയാണ്. ഖലഖഹു എന്ന് പറയുമ്പോൾ ഖലഖ ഫിഅലു മാദിയാണ്, അള്ളാഹു സൃഷ്ടിച്ചു, ഹു അതിനെ എന്നാവും. ഖൽഖഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്നാവും. രണ്ടായാലും ആശയം ഒന്ന് തന്നെ. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ സൃഷ്ടികളുടെ കാര്യം പറഞ്ഞു. എല്ലാ സൃഷ്ടികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെതായ തനതായ ശൈലിയിൽ, അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ, അതിനോട് ഏറ്റവും യോജിച്ച സ്വഭാവ പ്രകൃതിയോടുകൂടി എല്ലാ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശേഷം മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിനെ പറ്റി തുടങ്ങുകയാണ്. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. വബദഅ, ആരംഭിച്ചു, ഖൽഖൽ ഇൻസാൻ, ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്, ഖൽഖൽ ഇൻസാൻ, മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചു. മിൻ തീൻ, കളിമണ്ണിൽ നിന്ന് മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചു. അപ്പോൾ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് ആരെയാണ്? ആദം നബി അലൈഹിസ്സലാമയാണ്. ആദം നബി അലൈഹിസ്സലാമയെ, മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമയാണ് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് എന്ന് അമാനി മൗലവി റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. അവിടുത്തെ ഉദ്ദേശം ആദം നബി അലൈഹിസ്സലാമയാണ്. ശേഷം 8-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ثم جعل نسله من سلالة من ماء مهين. ثم, പിന്നെ, ജഅല, അവൻ ആക്കി, നസ്ലഹു, അവൻ്റെ സന്തതിയെ. ആരുടെ സന്തതിയെ? ആദം നബി അലൈഹിസ്സലാമയുടെ സന്തതി, അഥവാ മനുഷ്യകുലത്തെ. മിൻ സുലാലത്തിൻ, സുലാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു സത്തിൽ നിന്ന്. മിൻ മാഇൻ മഹീൻ, മാ വെള്ളം, മഹീൻ എന്നാൽ നിസ്സാരമായ, നിന്ദ്യമായ ഒരു വെള്ളത്തിൽ നിന്ന്. അഥവാ പിന്നെ അവൻ്റെ സന്തതിയെ നിസ്സാരപ്പെട്ട ഒരു തരം വെള്ളമാകുന്ന സത്തിൽ നിന്നും അവൻ ഉണ്ടാക്കി എന്ന്. അഥവാ മനുഷ്യരുടെ സൃഷ്ടിപ്പ്, മനുഷ്യകുലത്തിൻ്റെ സൃഷ്ടിപ്പ് നമുക്കറിയാം, കേവലം
ഒരു ജലബീജത്തിൽ നിന്നാണ് മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. അതാണ് ആ ആയത്തിലൂടെ പറയുന്നത്. 9-ാമത്തെ ആയത്ത് ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്? സുമ്മ സവ്വാഹു, പിന്നെ അവനെ ശരിപ്പെടുത്തി. സവ്വാ യുസവ്വി എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തുക, നന്നാക്കുക, ചൊവ്വാക്കുക എന്നുള്ള അർത്ഥമാണ്. വനഫഖ, അവൻ ഊതുകയും ചെയ്തു, ഫീഹി, അവനിൽ, മിൻ റൂഹിഹി, അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന്. മിൻ റൂഹിഹി, അവൻ്റെ റൂഹിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന്. അള്ളാഹുവിൻ്റെ സിഫത്താകുന്ന റൂഹല്ല ഇവിടെ ഉദ്ദേശം, മറിച്ച് അള്ളാഹുവിൻ്റെ ഹൽക്കാകുന്ന, അള്ളാഹു സൃഷ്ടിച്ചതായ റൂഹ്. പിന്നെ വജഅല ലക്കുമുസ് സമഅ, വജഅല, അവൻ ആക്കുകയും ചെയ്തു, ലക്കും, നിങ്ങൾക്ക്, അസ്സംഅ, കേൾവി, വൽ അബ്സാറ, കാഴ്ചകളും, വൽ അഫ്ഇദത, ഹൃദയങ്ങളും, ഖലീലൻ മാ, അല്പം മാത്രം, തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിനെ പറ്റി പറയുകയാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചതുപോലെ വെറുതെ ഒന്ന് സൃഷ്ടിച്ച് ജീവിക്കാൻ അങ്ങ് വിട്ടയച്ചതല്ല. മനുഷ്യന്മാരെ വെറുതെ ഒരു ജീവൻ കൊടുക്കുക മാത്രം ചെയ്തതല്ല, മറിച്ച് മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾവിയും കാഴ്ചയും ഹൃദയങ്ങൾ നൽകി ചിന്തിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും യാഥാർത്ഥ്യം മനസ്സിലാക്കാനും നീതിയും അനീതിയുമൊക്കെ വേർതിരിച്ചറിയാനുമുള്ള ഒരു ഗ്രഹണശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകി. അപ്പോൾ ഇതൊക്കെ നൽകിയ മനുഷ്യർ അവരൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അവരെന്താണ് ചെയ്യേണ്ടത്? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി ചെയ്താണ് ജീവിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ മനുഷ്യരുണ്ടോ അങ്ങനെയാണോ? മനുഷ്യരിൽ അധിക പേരും അങ്ങനെയല്ല. ഖലീലമ്മ തഷ്കുറൂൻ, അല്പം മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അധികം മനുഷ്യരും അങ്ങനെയല്ല എന്നാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ തഫ്സീർ അമാനുൽ റഹ്മത്തുള്ളാഹി പറയുന്ന മറ്റൊരു കാര്യം റൂഹിനെ പറ്റിയിട്ടാണ്. റൂഹ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സൃഷ്ടി. റൂഹ് എന്നത് പല മനുഷ്യരും ആ റൂഹിനെ കുറിച്ച് പിന്നെ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി ആത്മാവിനെ പറ്റി വളരെ ആഴത്തിൽ പഠനം നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ പഠനം കൊണ്ട് അവർക്കൊരു ആ രൂപത്തിലൊരു യാഥാർത്ഥ്യം പറയാൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാഇൻ്റെ 85-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട് റൂഹിൻ്റെ കാര്യത്തെപ്പറ്റി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് അതിൻ്റെ യാഥാർത്ഥ്യം അറിയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട് എന്ന കാര്യവും അമാനുൽ റഹിമഹുല്ലാഹി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഈ രൂപത്തിലൊക്കെയുള്ള അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹം നൽകിയ മനുഷ്യൻ നന്ദി ചെയ്യുന്നുണ്ടോ? നന്ദി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ മനുഷ്യന്മാരിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ പറയുന്നത് എന്താണ്? ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന മക്ക മുശ്രിക്കുകൾ, ഖുറൈശികൾ അടങ്ങുന്ന അറബ് മുശ്രിക്കുകൾ, മക്ക മുശ്രിക്കുകൾ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ ആയത്ത് ഇറങ്ങുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കാണല്ലോ ഓതി കൊടുക്കുന്നത്. അപ്പോൾ അവർ ആ മക്ക മുശ്രിക്കുകൾ അടങ്ങുന്ന അവർ ഇതിന് നന്ദികേടാണ് കാണിക്കുന്നത്. ഈ രൂപത്തിലൊക്കെ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി കൊടുത്തിട്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊന്നും മുഅ്മിനീങ്ങൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ മുശ്രിക്കുകളും ഇതറിയും. പക്ഷേ അറബ് മുശ്രിക്കുകൾ അതിനെ നേരെ പരിഹസിക്കുകയും കളിയാക്കുകയും ഈ ദൃഷ്ടാന്തങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ട് അവർ അത് വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല. എന്നിട്ട് അവരുടെ മറുപടി എന്താണ്? അവരടങ്ങുന്ന മക്ക മുശ്രിക്കുകൾ അടങ്ങുന്ന ആ നിഷേധികളുടെ മറുപടി എന്താണ്? അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ അവരുടെ ഒരു സമീപനം എന്താണെന്നാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 10-ാമത്തെ ആയത്ത് വഖാലൂ അഇദാ ളലൽനാ ഫിൽ അർളി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വഖാലു, അവർ പറഞ്ഞു, അഥവാ സത്യനിഷേധികൾ, അഇദാ ളലൽന, ഞങ്ങൾ മറഞ്ഞു പോയിട്ടോ, അഥവാ ഞങ്ങൾ മരിച്ച് മൺമറഞ്ഞു പോയിട്ടോ, ഫിൽ അർദി, ഭൂമിയിൽ, ഇന്ന, നിശ്ചയമായും ഞങ്ങളോ, ഇന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. ഇന്ന, ഞങ്ങളോ, എന്ന് പറഞ്ഞാൽ ഹംസ ഇസ്തിഫാമിൻ്റെ ഹംസയാണ്. ആണോ എന്നൊരു അർത്ഥത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഇസ്തിഫാമിൻ്റെ ഹംസയാണ്. ഇന്ന, നിശ്ചയമായും ഞങ്ങളോ, ലഫി ഖൽഖിൻ ജദീദ്,
ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയതായ, ഖൽഖ് സൃഷ്ടിപ്പ്, പുതിയതായ ഒരു സൃഷ്ടിപ്പ്. അഥവാ നമ്മൾ മരിച്ചു മൺമറഞ്ഞു പോയതിൻ്റെ ശേഷം ഞങ്ങൾ വീണ്ടും പുതിയതായ ഒരു സൃഷ്ടിയിൽ വരികയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരിക്കലും ഒരു സത്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് പരിഹസിച്ചു കൊണ്ടുള്ള, നമ്മളെങ്ങനെ വരില്ല, എങ്ങനെയാണ് അങ്ങനെ വരിക എന്ന് പറഞ്ഞ് അവർ പരിഹസിക്കുകയാണ്. അഥവാ മനുഷ്യരുടെ കഴിവിനോട് അള്ളാഹുവിൻ്റെ കഴിവിനെ അവർ സാദൃശ്യപ്പെടുത്തിയിട്ടാണ് അവർ പരിഹസിക്കുന്നത്. കാര്യം ഒരിക്കലും അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു പരിഹാസ രൂപത്തിലുള്ള അവരുടെ മറുപടിയാണ്, അല്ലെങ്കിൽ അവരുടെ പറച്ചിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ബൽഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ, പക്ഷേ അവർ, ബൽ എങ്കിലും, ഹും അവർ, ബിലിഖാഇ റബ്ബിഹിം, ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ, ബിലിഖാഇ റബ്ബിഹിം അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിൽ കാഫിറൂൻ അവിശ്വാസികളാണ്, സത്യനിഷേധികളാണ്, അവർ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ പറഞ്ഞു കൊടുക്കുക, അവരിനി വിശ്വസിച്ചാലും അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിലും, അവരംഗീകരിച്ചാലും അവർ നിഷേധിച്ചാലും അവരോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ. 11-ാമത്തെ ആയത്ത്, ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ഖുൽ, നബിയെ താങ്കൾ പറയണം, എന്താണ് യതവഫാക്കും. യതവഫ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക, പൂർണ്ണമായി എടുക്കുക എന്നൊക്കെയാണ്. യതവഫാക്കും, നിങ്ങളെ ഏറ്റെടുക്കും, നിങ്ങളെ പൂർണ്ണമായി എടുക്കും. മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മലക്ക്. അല്ലദീ ഉക്കില ബിക്കും, നിങ്ങളെ വിഷയത്തിൽ ഏൽപ്പിക്കപ്പെട്ടതായ മലക്കുൽ മൗത്ത് നിങ്ങളെ എടുക്കും, നിങ്ങളെ മരിപ്പിക്കും, നിങ്ങൾ മരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുകയാണ്. ഇവിടെ യതവഫ എന്ന ആയത്തിൻ്റെ ആ വിശദീകരണത്തിൽ അമാനി മൗലവി റഹിമഹുല്ലാ പറയുന്നുണ്ട്, യതവഫ എന്ന പദത്തിന് നേരിട്ട് മരിക്കുക, മരിപ്പിക്കുക എന്നർത്ഥം പറയരുത്, മറിച്ച് യതവഫ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ടും എടുക്കുക എന്നൊക്കെയാണ് യതവഫയുടെ അർത്ഥം. ഇവിടെ ഉദ്ദേശം മരിക്കുക, മരണപ്പെടുക എന്ന് തന്നെയാണ്. വേറെയും പല സ്ഥലങ്ങളിൽ ഖുർആനിൽ ഈ പദം മരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മലക്ക് റൂഹ് ഏറ്റെടുക്കുകയാണല്ലോ. അപ്പോൾ യതവഫ ആ രൂപത്തിൽ ഏറ്റെടുക്കുക, പൂർണ്ണമാക്കുക എന്നുള്ളതാണ് വാക്കർത്ഥം നേരിട്ട് പറയുമ്പോൾ. എന്നാൽ ഉദ്ദേശം മരിപ്പിക്കുക എന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയാണ്, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും, നിങ്ങളെ വിഷയത്തിൽ ഏൽപ്പിക്കപ്പെട്ടതായ മലക്ക് നിങ്ങളുടെ റൂഹ് എടുക്കും, അതാ നിങ്ങളെ മരിപ്പിക്കും. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, സുമ്മ പിന്നെ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കലേക്ക് തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടും എന്ന്. അഥവാ നിങ്ങളെത്ര നിഷേധിച്ചില്ലെങ്കിലും നിങ്ങൾ ഒരു നാൾ മരിക്കും. മരിച്ച ശേഷം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹുവിൻ്റെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ വരും എന്ന് തറപ്പിച്ച് അവരോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അവരെന്നെ നിഷേധിച്ചോട്ടെ, നിഷേധിക്കാതിരുന്നോട്ടെ. അപ്പോൾ ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാൻ പറയുകയാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി റഹിമഹുല്ലാ മലക്കുകളുടെ വിഷയത്തിൽ പറയുന്നുണ്ട്, മലക്കുകൾക്ക് ദുനിയാവിൽ അവർ പല രൂപത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്. അതിന് ഒരു തെളിവും ഒരു ഉദാഹരണവുമാണ് ഈ ആയത്തിൽ പറഞ്ഞ മരണത്തിൻ്റെ മലക്ക്. മരണസമയമാകുമ്പോൾ മലക്കുകൾ ഇറങ്ങി വരികയും മരണത്തിൻ്റെ വിഷയത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവരെ പിടിച്ചുകൊണ്ടു പോവുകയും റൂഹ് എടുക്കുകയും ചെയ്യും എന്ന് ഹദീസുകളിലും മറ്റും കാണാവുന്നതാണല്ലോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ തെളിവ് വെച്ചുകൊണ്ട് അമാനി മൗലവി റഹിമഹുല്ലാ പറയുന്നുണ്ട്, മലക്കുകൾ ദുനിയാവിൽ മനുഷ്യരുടെ പല സന്ദർഭങ്ങളിലും ജീവിതത്തിൽ ദുനിയാവിൽ ഇടപെടുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് എന്നും അമാനി മൗലവി റഹിമഹുല്ലാ ഈ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഖുർആൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കി ജീവിച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.